കുഞ്ഞോളങ്ങളും കുളിർക്കാറ്റും തഴുകിയെത്തി താരാട്ടുപാടുന്ന പൂനൂർ പുഴ. പ്രതാപത്തിന്റെ കഥകൾ പേറുന്ന പഴയ കുറുമ്പ്രനാട്ട് താലൂക്കിന്റെ ഭാഗമായ ഇടം. കൃഷിയും കാലിവളർത്തലും ഈറ്റവെട്ടും മരവ്യവസായവുമടക്കം പരമ്പരാഗത തൊഴിൽ രീതികളെ പിന്തുടരുന്ന ദേശത്തിന്റെ കഥയിൽ അടയാളപ്പെട്ടു കിടക്കുന്ന പേരാണ് തെക്കേമണ്ണിൽ തറവാട്. പൂനൂർ പുഴക്കരികിൽ പുഴയാൽ ചുറ്റപ്പെട്ട തെക്കേമണ്ണിൽ പറമ്പ്. അക്കരെ നിന്നും വരുന്നവർക്ക് പുഴ കടക്കാൻ വേണ്ടി വെള്ളത്തിൽ മരം അടുക്കി വെച്ചുണ്ടാക്കി പാലം പണിതിരുന്നു. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന വീടായതിനാൽ അക്കരെ പോകുന്നവർക്കും പുഴ കടന്നെത്തുന്നവർക്കും എന്നും അത്താണിയായിരുന്നു ഈ തറവാട്. കുത്തിയൊഴുകുന്ന മഴക്കാലത്ത് കര കവിഞ്ഞൊഴുകിയും വേനലിന്റെ വേവുകാലത്ത് തേഞ്ഞുമെലിഞ്ഞും ഒഴുകിയ പ്രദേശത്തിന് ചാർത്തപ്പെട്ട പൂണൂൽ പോലെയും പൂനീർ പോലുള്ള വെള്ളത്തെ പഴമയിൽ പൂനൂർ എന്ന് വിളിച്ചു പോന്നു. പുഴയുള്ള നാട് ലോപിച്ച് പൂനൂരായെന്നും പറയപ്പെടുന്നു. കട്ടിപ്പാറ പഞ്ചായത്തിലെ ഏലക്കാനം മലകളിൽ നിന്നുത്ഭവിച്ച് ചീടിക്കുഴിയിൽ സമാഗമിച്ച് ചുരത്തോട് മലയിൽ നിന്നും ഒഴുകിയെത്തുന്ന കോത്തോടുമായി കൂടിച്ചേർന്ന് പൂനൂർ പുഴയായി രൂപം പ്രാപിച്ച് കുടുവള്ളി, പടനിലം, കക്കോടി, ചെറുകുടം എന്നിവിടങ്ങളിലൂടെ ഒഴുകി അകലാപ്പുഴയുമായി ചേർന്ന് കോലപ്പുഴയായി മാറി അറബിക്കടലിൽ പതിക്കുന്ന സുന്ദര കാഴ്ചകളാണ്. കാന്തപുരം കാരമ്മൽ അഹമ്മദ് മകൻ കോയസൻ പാണ്ടിക്കൽ പക്രഹാജി മകൾ ഫാത്തിമയെ വിവാഹം ചെയ്ത് തെക്കേമണ്ണിൽ പറമ്പിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു. ഓല കൊണ്ടു പണിത 2 നിലയുള്ള വീട് അന്നത്തെ പൂനൂരിന്റെ ആശ്രയ കേന്ദ്രമായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ അർദ്ധശതകത്തിൽ സഹവർത്തിത്വത്തിന്റെ കഥകൾ തീർത്തുകൊണ്ടായിരുന്നു ഈ ദമ്പതികൾ ജീവിതത്തിൽ വേരാഴ്ത്തിയത്. സ്നേഹത്തിന്റെ വിത്തുപാകിയ പാത്തുമ്മ ഉമ്മ നാട്ടുകാർക്ക് ജാതിയും മതവും നോക്കാതെ വെച്ചു വിളമ്പിയെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഈ തെക്കേമണ്ണിൽ കുടുംബം എന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ട് മദ്രസയിൽ പഠിച്ചത് അവയിലത്ത് പൂനൂര് മദ്രസയിലായിരുന്നു. അത് തെക്കേമണ്ണിൽ വല്യമ്മൻ്റെ ഏരിയത്തിൽ നിന്നുകൊണ്ടായിരുന്നു മദ്രസയിലൊക്കെ പോയത്. അന്ന് എന്നോടൊപ്പം തെക്കേമണ്ണിൽ കുടുംബത്തിലെ ആലിമാഷ്, അതുപോലെ എൻ്റെ തന്നെ കക്കാട്ടുമലെ സഹോദരന്മാരായ അമ്യൂട്ടി മാഷ്, അബ്ദുൽ ഖാദർ, എല്ലാവരും 10-15 വയസ്സിൻ്റെ താഴെയുള്ള അന്നത്തെ വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാവരും വല്യമ്മയുടെ തറവാട്ടിൽ, തെക്കേമണ്ണിൽ തറവാട്ടിൽ അന്ന് അവിടെ കൂടാൻ പോവുക എന്നുള്ളതൊക്കെ വളരെയധികം അനുഭവമായിരുന്നു. ഇന്നത്തെ മാതിരി അങ്ങനെ ദൂരയാത്ര ചെയ്യാനുള്ള വണ്ടി സൗകര്യവും കാര്യമൊന്നും അന്നില്ല. എങ്കിലും കക്കാട്ടുമെന്ന് തെക്കണ്ണിൽ പോവുക എന്ന് വെച്ചാൽ പഴയ പാലം കടന്ന് അധികം നടന്നാൽ പോയി, വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ പള്ളിയിലുള്ള ഉസ്താദന്മാരൊക്കെ തെക്കേമണ്ണിൽ നിന്നായിരുന്നു ഭക്ഷണം ഉച്ചക്കും രാത്രിയും ഒക്കെ. അതിലും ഞങ്ങളെല്ലാവരും പങ്കെടുക്കാറുണ്ട്. പിന്നെ അന്നത്തെ വിശ്വാസം പ്രകാരം മതപരമായ എല്ലാ ചടങ്ങുകളും തെക്കേമണ്ണിൽ കുടുംബത്തിൽ ഉണ്ടാകാറുള്ളതിനും അത്ര ഉന്നതമായ ഉയർന്ന ഒരു സാമ്പത്തിക ശേഷിയൊന്നും അല്ലെങ്കിലും തീരെ മോശമല്ലാത്ത ഒരു കുടുംബമായിരുന്നു തെക്കേമണ്ണിൽ കുടുംബം. ആ കുടുംബത്തിൻ്റെ ഭാഗമെന്ന നിലക്ക് അതുപോലെ കക്കാട്ടുമൽ, മടുത്തുപോയിൽ അങ്ങനെ 2-3 വിഭാഗമായി ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് ഒറ്റ കെട്ടായിരുന്നു. അതിൽ ഇന്ന് നമ്മൾ ചിലപ്പം തെക്കേമണ്ണിൽ കുടുംബം എന്ന് പറയുകയാണെങ്കിലും അതിൽ തീരെ പരിചയമില്ലാത്തവർ ചിലപ്പോൾ വയ്യലെവിടെ വെച്ച് കണ്ടാലും കുടുംബക്കാരാണോ എന്ന് അറിയില്ല. പലപ്പോഴും ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഞാൻ പലവരെയും കാണാറുണ്ട്, പക്ഷേ കുടുംബത്തിൽപ്പെട്ട അംഗമാണെന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. പിന്നെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും പറയുവാണ് ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളാണെന്നൊക്കെ അറിയുന്നത്. എന്തായാലും ഈ ഒരു കുടുംബ സംഗമം ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ്. കുടുംബങ്ങൾ തമ്മിൽ കൂട്ടിച്ചേരാനുള്ള ആ നിലയ്ക്ക് അത് വളരെയധികം സന്തോഷകരമാണ്. 3 മക്കളെ പോറ്റി വലുതാക്കി അവർക്ക് അന്നവും അറിവും നൽകി തലമുറകളിലേക്ക് പടർന്നപ്പോൾ ഇന്നത് 6 തലമുറകളോളം വളർന്നു കഴിഞ്ഞു. സാമൂഹിക, രാഷ്ട്രീയ, മത, വൈജ്ഞാനിക, ജീവകാരുണ്യ, വ്യാപാര രംഗങ്ങളിലെല്ലാം നിറസാന്നിധ്യമായി ഈ തറവാട്ടിൽപ്പെട്ടവർ വ്യാപരിച്ചു നിൽക്കുകയാണ്. പുതുപ്പാടി, കോടഞ്ചേരി, കട്ടിപ്പാറ, താമരശ്ശേരി, ഉണ്ണിക്കുളം, കിഴക്കൂത്ത് പഞ്ചായത്തുകളിലാണ് കുടുംബത്തിലെ ഭൂരിഭാഗം പേരും താമസിച്ചു വരുന്നത്. തെക്കേമണ്ണിൽ കുടുംബം അവരുടെ ഒരു കുടുംബ സംഗമം നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
ഈ കുടുംബവുമായിട്ട് എനിക്ക് വളരെ ആത്മബന്ധമുണ്ട്. എൻ്റെ കുടുംബമായ ഈറ്റഞ്ചേരി മണ്ണിൽ കുടുംബത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ഒരു കുടുംബമാണ് തെക്കേ മണ്ണിൽ കുടുംബം. പ്രത്യേകിച്ച് ഹക്കീം മാസ്റ്റർ കുടുംബം, ഹക്കീം മാസ്റ്റർ ജ്യേഷ്ഠന്മാരായ അലി മാസ്റ്റർ, അസീസ് ക, അതേപോലെ നമ്മളെ ചപ്പൽസ് നടത്തിയിരുന്ന അബൂബക്കർ ക, അവരൊക്കെ ആയിട്ട് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. കൂടാതെ കോശംകുട്ടിക്ക, തെക്കേ മണ്ണിൽ മൂസക്ക, അതേപോലെ എൻ്റെ അമ്മയുടെ ബന്ധം ഉള്ള അമ്മയുടെ നാടായ കക്കാട്ടുമ്മൽ. ഈ കക്കാട്ടുമ്മൽ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ അതേ പേര് തന്നെയാണ് ഈ തെക്കേ മണ്ണിൽ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുടെ കുടുംബ പേരെന്നുള്ളതും ഞങ്ങളുമായിട്ട് വളരെ ആത്മബന്ധം പുലർത്തുന്ന ഒരു കാര്യമാണ്. ആ കക്കാട്ടുമ്മൽ കുടുംബത്തിൽ തന്നെ എൻ്റെ ആത്മസുഹൃത്തുക്കളായ ഷാനവാസ്, നൗഷാദ് ക, അതേപോലെ ഗഫൂർ ക, ഇവരുടെയൊക്കെ ഉപ്പയും അവരുടെ ഉപ്പയുടെ ജ്യേഷ്ഠന്മാരും അനിയന്മാരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പോരൂർ ജുമാ മസ്ജിദ്, ഞാറപ്പൊയിൽ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലാണ് ഈ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയവരധികവും അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു മഹാസംരംഭമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത്. തെക്കേ മണ്ണിൽ കുടുംബത്തിൽ ഒരംഗമായി ആയ എനിക്ക് ഇതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം പല കുടുംബങ്ങളുടെയും സംഗമങ്ങൾ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ അതുപോലെ നമുക്കും ഇതൊരു സംഗമം കഴിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മരണപ്പെട്ടു പോയ നമ്മുടെ ജ്യേഷ്ഠന്മാർക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ അവരൊന്നും ഇവിടെ നമ്മളിവിടെ ഇന്നില്ല. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് മരണപ്പെട്ടു പോയി. ഇനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വലിയൊരു കുടുംബമാണ് നമ്മൾ. 6 തലമുറകളായിട്ട് കുട്ടികളടക്കം നമ്മളുണ്ട്. ഈ മഹത്തായ പരിപാടിക്ക് സംഘടിപ്പിച്ച ഈ യുവാക്കളായ ചെറുപ്പക്കാർ വളരെ സജീവമായിട്ട് രാപ്പകലില്ലാണ്ട് അധ്വാനിച്ച് അവരെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഇത്രയും വിപുലമായ പരിപാടി ഇവിടെ നടത്താൻ കഴിഞ്ഞത്. അള്ളാഹു അതിൻ്റേതായ ശക്തമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ. മൂത്ത മകൾ ആച്ചുമ്മയെ പോരൂരിലേക്ക് തന്നെയായിരുന്നു വിവാഹം ചെയ്തത്. കക്കാട്ടുമ്മൽ അമ്മൂട്ടി മേസ്തിരിയായിരുന്നു ഭർത്താവ്. മുഹമ്മദ്, അബ്ദുറഹിമാൻ കുട്ടി, കോയസൻ കുട്ടി, അഹമ്മദ് കുട്ടി, അബൂബക്കർ, അബ്ദുൽ ഖാദർ, കുഞ്ഞായിഷ എന്നിവരായിരുന്നു ഇവരുടെ സന്താനങ്ങൾ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഏറെ സന്തോഷവാനാണ്. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങൾക്ക് ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക കാലഘട്ടത്തിൽ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഏകദേശം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 6ഓളം തലമുറകളുടെ ഒരു സംഗമ വേദിയിലാണ് നാം ഉപവിഷ്ടരായിട്ടുള്ളത്. നമുക്കറിയാം, തെക്കേ മണ്ണിൽ കുടുംബസംഗമം എൻ്റെ പിതാമഹനായിട്ടുള്ള കുഞ്ഞിരായൻ എന്നവരുടെയും അവരുടെ ഭാര്യമാരായിരുന്ന ആമിന, ആയിഷക്കുട്ടി എന്നീ ദമ്പതികളിൽപ്പെട്ട ഒരു പിന്മുറക്കാരനാണ് ഈയുള്ള വിനീതൻ. ഞങ്ങളുടെ പിതാമഹന്മാർ വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തം കുടുംബത്തെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം സംഗമങ്ങൾ എന്തുകൊണ്ടും വളരെ അനിവാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ് വളരെ സാഹസപ്പെട്ടുകൊണ്ട് ഇത്രയും ആളുകളെ, 6ഓളം തലമുറയിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിനൊരു മാതൃക സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ തെക്കേ മണ്ണിൽ കുടുംബ സംഗമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. രണ്ടാമത്തെ മകൾ ആയിഷയെ ആദ്യ വിവാഹം ചെയ്തത് പാണ്ടിക്കൽ കുടുംബത്തിലേക്കായിരുന്നു. അതിൽ ഖദീജ എന്ന മകളുണ്ട്. പിന്നീടാണ് പൂനൂർ മടത്തംപൊയിലിലേക്ക് വിവാഹം ചെയ്തത്.
നാട്ടുകാരണവരായ പുതിയമ്പ്ര കുഞ്ഞമ്മദ് ഹാജിയായിരുന്നു ഭർത്താവ്. ഇതിൽ അഹമ്മദ് കുട്ടി കട്ടിപ്പാറ, പാത്തുമ്മ കോട്ടക്കുന്നുമ്മൽ, അബൂബക്കർ എം പറമ്പ്, മറിയം മടത്തുംപൊയിൽ, ഹുസൈൻ മാസ്റ്റർ പൂനൂർ, നഫീസ തച്ചമ്പൊയിൽ, അബ്ദുറഹ്മാൻ മടത്തുംപൊയിൽ എന്നീ മക്കളുണ്ട്. വല്യമ്മൻ്റെ കൂടെ ഞങ്ങൾ അപ്പമൊക്കെ ചുട്ട് മൗലൂദിന് പിന്നെ ഒരേ പാർട്ടിയൊക്കെ ഉണ്ടാകുകയാണ്. പിന്നെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാകാനും നമ്മളെ ആൾക്കാരും അല്ലാത്ത മുസ്ലിങ്ങളും എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ്. നോമ്പുറയും പിന്നെ പെരുന്നാളിനും എല്ലാം പോകാനും. പിന്നെ കായാട ഒരു വലിയൊരു ഇതൊക്കെ സന്മലാട് കൊടുത്തിരിക്കാൻ അതിൻ്റെ അടുത്തുള്ള താന്നിക്കരി എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. താന്നിക്കായൻ്റെ വാപ്പ. പിന്നെ അപ്പം എല്ലാവരും ഇപ്പോൾ പോയി കൂടുന്നത്. പിന്നെ ഞാൻ ചെറിയതായ പാടാ മദ്രസ എന്നൊക്കെ ആടുന്ന തോന്നിയും പോലെ 10 മണി മദ്രസ ഇട്ട് തന്ന് ആടുള്ള ചായയും വെള്ളമൊക്കെ കുടിച്ചാലും പിന്നെ സ്കൂളിലേക്ക് പോവുക. അല്ല അന്നപ്പോൾ ഒരു ചെറിയ റോഡൊക്കെ അല്ലായിരുന്നു അവിടെ അന്നേരം. തെക്കേമണ്ണിൽ കുടുംബം എന്ന് പറഞ്ഞാൽ നേരത്തെ പൂനൂർ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അത് എല്ലാ നിലക്കും എല്ലാ പരിപാടികളിലും ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒന്നും തന്നെ ഇല്ലായിരിക്കില്ല. അവർ വളരെ ധർമ്മിഷ്ഠന്മാരും പോലെ സാധാരണ പരിപാടികളൊക്കെ നടത്തുന്നവരും എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നവരും അങ്ങനെയുള്ള നിലക്ക് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് തെക്കേമണ്ണിൽ കുടുംബം. മൂന്നാമത്തെ മകൻ അഹമ്മദ് കുട്ടി പാത്തുമ്മയെ വിവാഹം ചെയ്തു. ഇതിൽ അബൂബക്കർ TM, ആലി മാസ്റ്റർ, അബ്ദുൽ അസീസ്, അബ്ദുൽ ഹക്കീം, നഫീസ, ആയിഷക്കുട്ടി എന്നീ മക്കളുണ്ട്. പിന്നീട് മറിയം എന്നിവരുമായുള്ള വിവാഹത്തിൽ ചെറിയ മുഹമ്മദ്, TM ഷൗക്കത്ത് അലി, റംല, അബ്ബാസ്, സലീം, ഉമ്മർ, സുലേഖ എന്നിവരാണ് മക്കൾ. നമ്മുടെ തെക്കേമണ്ണിൽ കുടുംബത്തിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹ സാഫല്യമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. നമ്മളെ കുടുംബസംഗമം എന്നുള്ള ആശയവുമായി ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ ബന്ധുക്കൾ കുടുംബക്കാർ എത്തിയപ്പോൾ ആദ്യമൊക്കെ മടിച്ചു കളിച്ചെങ്കിലും പിന്നെ അത് വലിയൊരു ആവശ്യമാണ് എന്ന് ബോധ്യം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കൂടിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കൂടിച്ചേരൽ. പുതിയ തലമുറയിൽ പലർക്കും പരിചയമില്ലാതെ പോകുമ്പോൾ രക്തബന്ധത്തിൻ്റെ കണ്ണി അടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. തെക്കേമണ്ണിൽ കുടുംബം എന്ന് പറയുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നവരല്ല. പാരമ്പര്യമായി പൂനൂരിലുള്ള ശക്തമായ ഒരു തറവാടിത്തം ഉള്ള ഒരു കുടുംബമാണ് നമ്മുടെ തെക്കേമണ്ണിൽ കുടുംബം. കോയസൻ പാത്തുമ്മ ദമ്പതികൾക്ക് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ പിതാവ് അഹമ്മദ് കുട്ടിയും അവർക്ക് 2 സഹോദരിമാരും. അവരുടെ കുടുംബങ്ങളാണ് ഇന്ന് ഒത്തുചേർന്നത്. ഈ കൂടിച്ചേരലുകൾ ഇനിയും തുടരാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും പരസ്പരം സഹായിക്കാനും ഇത് എന്നും ഓർമ്മിക്കാനും നിലനിർത്തി ഇതുപോലെ വീണ്ടും കൂടിച്ചേരലുകൾ നടത്തുന്നതിനും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പൂർവികർ വെട്ടിത്തെളിച്ച സ്നേഹവും സൗഹൃദവും ഇഴചേർന്ന വഴികളിലൂടെ പിൻതലമുറ നടന്നു നീങ്ങുമ്പോൾ പോയ കാലത്ത് മതസാഹോദര്യത്തിൻ്റെ മഹിതമായ കഥകൾ പാടിക്കേട്ടിട്ടുണ്ട്. ഇതര മതസ്ഥരോട് മുലകുടി ബന്ധം കാത്തുവെച്ച് സ്നേഹത്തിൻ്റെ നിറമുള്ള കാഴ്ചകൾ ഈ തറവാട്ടു മഹിമയിൽ ചിലതാണ്. സ്നേഹത്തിൻ്റെ നിറമുള്ള കഥകൾ പഴമക്കാരിൽ നിന്നും നാം ഏറെ കേട്ടതാണ്. പുതുതലമുറക്ക് പകർത്താനുള്ള സ്നേഹത്തിൻ്റെ നിരവധി ഈടുവെപ്പുകൾ സമ്മാനിച്ചുകൊണ്ട് മറഞ്ഞുപോയ ഇവർ നടന്ന വഴികളിലൂടെ ഇന്നും ഈ തലമുറ സ്നേഹബന്ധങ്ങൾ ചാലിച്ച് പൂനൂർ പുഴ പോലെ ഒഴുകുകയാണ്.